എറണാകുളത്തെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്ന KJ ഷൈൻ ടീച്ചറിനെതിരെയാണ് സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപങ്ങൾ ഉയരുന്നത്. ഒരു പത്രവാർത്തയുമായി ചേർത്തുവെച്ചാണ് സോഷ്യൽ മീഡിയയിലെ അധിക്ഷേപ ശരം. സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് KJ ഷൈൻ ടീച്ചറുടെ തീരുമാനം. മുഖ്യമന്ത്രിക്കും DGPക്കും വനിതാ കമ്മീഷനും പരാതി നൽകുമെന്ന് ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. സ്ത്രീവിരുദ്ധതയുടെ ജീർണിച്ച രാഷ്ട്രീയത്തെ കേരള സമൂഹം പരാജയപ്പെടുത്തുമെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കുന്നു. തന്നെയും കുടുംബത്തെയും രാഷ്ട്രീയമായും വ്യക്തിപരമായും തകർക്കുക എന്ന ലക്ഷ്യം വെച്ച നെറികെട്ട ജീർണതയുടെ രാഷ്ട്രീയത്തെ ചെറുക്കുമെന്നും അവർ വ്യക്തമാക്കുന്നു. കോൺഗ്രസിന്റെ രാഷ്ട്രീയ ജീർണത മറച്ചുവെക്കാനുള്ള ഗൂഢാലോചനയാണ് KJ ഷൈൻ ടീച്ചർക്കെതിരായ ആക്ഷേപങ്ങളെന്നാണ് CPM വ്യക്തമാക്കുന്നത്. KJ ഷൈനിന്റെ പോരാട്ടങ്ങൾക്ക് രാഷ്ട്രീയമായും നിയമപരമായും എല്ലാ പിന്തുണയും CPM ഉറപ്പാക്കുമെന്ന് ജില്ലാ സെക്രട്ടറി S സതീഷ് പറഞ്ഞു. ഈ രാഷ്ട്രീയ രംഗത്തും പൊതുപ്രവർത്തന രംഗത്തേക്കും കടന്നു വരുന്ന കൊള്ളാവുന്ന വനിതാ പ്രവർത്തകരെ ആരെയും ഞങ്ങൾ ഈ രൂപത്തിലെല്ലാം ചിത്രീകരിക്കും എന്നതാണ്. അതാണ് കോൺഗ്രസ്സുകാരുടെ വനിതാ നേതാക്കന്മാർക്കെതിരെ CPMന്റെ വനിത ആരെ സംബന്ധിച്ചും ഈ പറയുന്ന സംഘം ഇത് ചെയ്യും എന്നുള്ളതാണ് കാണുന്നത്. അതിനെ കേരളം ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കേണ്ടതാണ്. CPMന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതം എന്നാരോപിച്ച് തള്ളുകയാണ് കോൺഗ്രസ്. CPM നേതാക്കൾക്കിടയിലെ തർക്കങ്ങൾ പല ആരോപണങ്ങളിലേക്ക് വഴിവെക്കുന്നത് CPM അന്വേഷിക്കണം. കോൺഗ്രസിന്റെ തലയിലേക്ക് ബോധപൂർവം അടിച്ചേൽപ്പിക്കുന്നത് CPMന്റെ അധികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്നും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. CPMന്റെ ഒരു ജില്ലാ സെക്രട്ടറി തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾ ഇത്രയധികം മോശമായ രീതിയിൽ ഒരു പ്രസ്താവന നടത്തുന്നത്, അദ്ദേഹം അത് പിൻവലിക്കണം എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്. സൈബർ ആക്രമണത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് KN ഉണ്ണികൃഷ്ണൻ MLAയും ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി. ജീർണതയുടെ അഗാധ ഗർത്തങ്ങളിൽ നിന്നും രക്ഷ നേടാനുള്ള കോൺഗ്രസിന്റെ നെറികെട്ട പ്രചാരണമാണ് നടക്കുന്നതെന്നുമാണ് KN ഉണ്ണികൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.